നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഒരുമിച്ച് കൂടിയ ഒരു നിക്കാഹ്. നമ്മളെ കൂട്ടത്തില് ബംഗാൾ വർക്ക് ചെയ്യണ നമ്മളെ സ്വന്തം ജുനൈദ് ബുഖാരിയുടെ നിക്കാഹ്. ആ ഒരു മജ്ലിസിലേക്ക് വന്നവർക്കൊക്കെ ഓന്റെ പോരിശകൾ മാത്രമേ പറയാണ്ടായിരുന്നുള്ളൂ. പഠനകാലത്ത് തന്നെ അവൻ കൊണ്ടോട്ടി ബുഖാരി ദഅ്വാ കോളേജിൽ വലിയ കഴിവ് പ്രകടിപ്പിച്ച ഒരു മുത്തഅല്ലിമും കൂടിയാണ്. ബംഗാളിൽ നമ്മളെ സൊഫാനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. നിക്കാഹ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ പള്ളിയുടെ അകവും പരിസര പ്രദേശവും ഒക്കെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ടും കാര്യപ്പെട്ട ഉസ്താദുമാരെ കൊണ്ടും നിറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാഴ്ച കാണാൻ എന്ത് ഭംഗിയാണ്. അതിനും വേണം ഒരു തൗഫീഖ്. നമ്മളെ ജുനൈദിന്റെ നിക്കാഹ് കണ്ടപ്പോൾ ഞാനൊക്കെ കൊതിച്ചുപോയി, മാഷാ അല്ലാഹ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും തന്റെ ഉത്തരേന്ത്യയിലെ ഒരു സംരംഭത്തിൽ നാടും വീടൊക്കെ വിട്ട് സേവനം ചെയ്യുന്ന ജുനൈദ് ബുഖാരി ഉസ്താദിന്റെ നിക്കാഹിനേക്ക് നഈം ഉസ്താദിന്റെ സാന്നിധ്യം വല്ലാതെ സന്തോഷിപ്പിച്ചു. അങ്ങനെ നിക്കാഹൊക്കെ വളരെ സന്തോഷമായി കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 5ഓളം പേര് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റൌഫ് ബുഖാരി ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. ഏകദേശം 13 വർഷങ്ങൾ പിന്നിട്ട് ഉസ്താദ് ഉത്തരേന്ത്യയിൽ ബീഹാർ, ആസാം, ബംഗാൾ, UP തുടങ്ങിയ മേഖലകളിൽ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഐവ ഇന്ത്യ ഫൗണ്ടേഷനിൽ വളരെ ഭംഗിയായി നേതൃസ്ഥാനം വഹിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യും. തിരിച്ച് നമ്മളെല്ലാവരും കൂടി എൻ്റെ വീടായ തിരുവമ്പാടിയിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഉസ്താദ് പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാന്ന്. അങ്ങനെ മലപ്പുറത്തേക്ക് പോയി. നല്ല മഴയായിരുന്നു. നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ കയറി ചായയും കടിയൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഞങ്ങളെല്ലാവരും സലാം പറഞ്ഞ് അവിടുന്ന് വേഗം മടങ്ങി.